അങ്ങ് തെക്കൻ തീരത്ത് കടലിനോട് ചേർന്നായിരുന്നു ആ വീട് കിടന്നിരുന്നത്. പതിവ് പോലെ ക്രിസ്റ്റി അന്ന് നേരത്തെ കിടന്നുറങ്ങിയിരുന്നു. ഉറങ്ങി അധിക നേരമൊന്നുമായില്ല. അവൻ പതുക്കെ കണ്ണുകൾ തുറന്നു ഉറക്കത്തിൽ നിന്ന് എണീറ്റു. ഹാളിലേക്ക് അങ്ങ് നടന്നുപോയി താഴെ വീണ് കിടക്കുന്ന ലെഗോ പീസുകൾ അടുക്കി വെക്കാൻ തുടങ്ങി. ലെഗോ പീസുകളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ അവൻ അറേഞ്ച് ചെയ്തു വെച്ചു. സ്ഥിരമായി കളിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ ലെഗോ വെച്ച് കളിക്കുന്നത്. ഹാളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ അച്ഛൻ പീറ്ററും അമ്മ മേരി ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. യാന്ത്രികമായി ഈ പ്രവർത്തികളെല്ലാം ചെയ്ത ശേഷം ഒന്നും അറിയാത്ത പോലെ അവൻ തിരിച്ചു ബെഡിൽ പോയി കിടന്നു. പിറ്റേന്ന് വീട്ടിൽ അവന്റെ കുറച്ച് കസിൻസ് എല്ലാം വന്നു. അവരുടെ കൂടെ അവൻ ഡംഷറാഡ്സ് കളിക്കാൻ തുടങ്ങി. ഇവരുടെ കളികളെല്ലാം അവന്റെ അച്ഛൻ പീറ്റർ തന്റെ ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. കളിക്കിടയിൽ ക്രിസ്റ്റി തന്റെ കണ്ണുകൾ പ്രത്യേക രീതിയിൽ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ ഇത് കണ്ട പീറ്റർ ഭാര്യയെയും കൂടെ ഇത് കാണിച്ചപ്പോൾ രണ്ടുപേരും ആശ്ചര്യപ്പെട്ടു പോയി. അങ്ങനെ പീറ്റർ ഇടവകയിലെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അച്ഛൻ പറഞ്ഞു, എനിക്ക് അവനെ ഒന്ന് കാണണം. അങ്ങനെ അച്ഛൻ ക്രിസ്റ്റിയുടെ അടുത്ത് ചെന്ന് അവനെ തലോടിക്കൊണ്ട് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം റൂമിന് പുറത്തിറങ്ങി പീറ്ററിനോട് അച്ഛൻ പറഞ്ഞു, അവൻ പൊസസ്ഡ് ആണ്, കർമ്മങ്ങളെല്ലാം ചെയ്യണം, ബാധ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ പോയ ശേഷം ക്രിസ്റ്റിയുടെ കണ്ണുകൾ കൊണ്ടുള്ള ചലനവും ലെഗോ പീസ് അറേഞ്ച് ചെയ്തതും അടങ്ങുന്ന വീഡിയോ ക്രിസ്റ്റി സോഷ്യൽ മീഡിയയിൽ ഒരു സമാധാനത്തിന് വേണ്ടി അപ്ലോഡ് ചെയ്തു. എന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഭയങ്കരമായി വൈറലായി. എന്താണ് ക്രിസ്റ്റി ചെയ്യുന്നതെന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ പീറ്ററിന് ഒരു മെസ്സേജ് വന്നു. ISRO സയന്റിസ്റ്റ് വാണ്ട്സ് ടു മീറ്റ്. വീട്ടിൽ എക്സോസിസം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അച്ഛൻ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടേക്ക് ഒരാൾ കടന്നു വന്നു. ഡോക്ടർ ആനന്ദ്, പ്രസ്തുത ISRO സയന്റിസ്റ്റ്. വന്ന ഉടൻ തന്നെ ആനന്ദ് കർമ്മങ്ങൾ തടസ്സപ്പെടുത്തി. ദേഷ്യം വന്ന അച്ഛൻ ആനന്ദിനോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആനന്ദ് ഗവൺമെന്റിന്റെ പ്രത്യേക ഓർഡർ എടുത്തു കാണിച്ചു. അച്ഛൻ ശാന്തനായി. ആനന്ദും പീറ്ററും വേറൊരു മുറിയിലേക്ക് മാറി. പീറ്റർ ആനന്ദിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുത്തു. ആനന്ദ് പറഞ്ഞു, എനിക്ക് ക്രിസ്റ്റിയെ കാണണം. ആനന്ദ് ക്രിസ്റ്റിയോട് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്റ്റി ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഒളിച്ചു കളിക്കുമ്പോൾ ഞാൻ ഇവിടെയായിരുന്നു ഒളിച്ചിരുന്നത്. ഇതിനോട് ചേർന്നാണ് ഞാൻ ഒളിച്ചിരുന്നത്. ISROയുടെ സ്ക്രാപ്പ് സൈറ്റ് ആയിരുന്നു അത്. സ്ക്രാപ്പായ റോക്കറ്റിന്റെ ബോഡിയിൽ കണ്ട കോഡ് ഡോക്ടർ സസൂക്ഷ്മം വീക്ഷിച്ചു. ക്രിസ്റ്റി കാണിച്ച കാര്യങ്ങളും സൈറ്റിൽ കണ്ട കോഡും എല്ലാം ചേർത്ത് വായിച്ചപ്പോൾ ഡോക്ടറിന് ഒരു കാര്യം മനസ്സിലായി. ഇത് മോഴ്സ് കോഡാണെന്ന്. ഡീകോഡ് ചെയ്തെടുത്തപ്പോൾ മനസ്സിലായി BPM 37093. റിസർച്ച് ചെയ്ത ഡോക്ടർ റിസൾട്ട് കണ്ട് ഞെട്ടിപ്പോയി. ഇതൊരു സ്റ്റാർ ആണ്, വെറും സ്റ്റാർ അല്ല, ഡയമണ്ട് സ്റ്റാർ, സ്റ്റാർ ഫുൾ ഓഫ് ഡയമണ്ട്സ്. ഉടൻ തന്നെ ISRO ആസ്ഥാനത്തേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. അവരോട് ഈ സ്റ്റാറിനെ നിരീക്ഷിക്കാൻ പറഞ്ഞു. സ്റ്റാറിനെ നിരീക്ഷിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയി. സ്റ്റാർ അതിന്റെ പൂർണ്ണാവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്. അതിന്റെ ഒരു പീസ് അടർന്നു പോയിരിക്കുന്നു. അതൊരു ഉൽക്കയായി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിവരം കാട്ടുതീ പോലെ പടർന്നു. എല്ലാവരും ആശങ്കയിലായി. കാര്യം പറഞ്ഞ അത്യാഗ്രഹിയായ മൾട്ടി മില്യണയർ രാഘവ് വർമ്മ പറഞ്ഞു, നമുക്ക് ബങ്കറുകളിൽ നിന്ന് രക്ഷപ്പെടാം, ഈ ഉൽക്ക ഭൂമിയിൽ വീഴട്ടെ, അത്ര സൈസ് ചെയ്തേ ഉള്ളൂ. ISROയും ഗവൺമെന്റും ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ഈ ഉൽക്കയെ തടയാൻ ഒരു പ്രത്യേക മിഷൻ പ്രഖ്യാപിച്ചു. അപ്പോഴും രാഘവ് വർമ്മ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ ഉൽക്ക വീണാൽ എല്ലാവരും റിച്ച് ആവും, പോവർട്ടി തുടച്ച് നീക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞു. ഗവൺമെന്റ് ഈ മിഷന് വേണ്ടി ഡോക്ടർ ആനന്ദിനെ തിരഞ്ഞെടുത്തു. ആനന്ദ് അഭിമാനപൂർവ്വം ഇത് സ്വീകരിച്ചു. മറുഭാഗത്ത് രാഘവ് വർമ്മ പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ മിഷനെതിരെ പ്രക്ഷോഭങ്ങൾ തുടങ്ങി. അങ്ങനെ മിഷൻ തുടങ്ങുന്ന ദിവസമെത്തി. ഡോക്ടർ ആനന്ദ് എല്ലാവിധ സംവിധാനങ്ങളുമായി ദൗത്യത്തിന് തയ്യാറെടുത്തു. അതേസമയം രാഘവ് വർമ്മയും രഹസ്യമായി പരിശീലനം നടത്തി ദൗത്യത്തിന് തയ്യാറായിരുന്നു. ഇത് തടയാൻ വേണ്ടിയിട്ട് ഡോക്ടർ ആനന്ദിന്റെ പേടകം അങ്ങനെ ബഹിരാകാശത്തേക്ക് ലോഞ്ച് ചെയ്യപ്പെട്ടു. തൊട്ടുപിറകെ രാഘവ് വർമ്മയും ഈ മിഷൻ പരാജയപ്പെടുത്താൻ വേണ്ടി ബഹിരാകാശത്തേക്ക് യാത്രയായി. പിന്നാലെ പിന്തുടർന്ന് ഡോക്ടർ ആനന്ദിനെ അയാൾ കണ്ടെത്തി. രാഘവ് വർമ്മ ഡോക്ടർ ആനന്ദിന്റെ പേടകത്തിന് മുകളിൽ ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങി. ആനന്ദ് വർമ്മ ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ മുന്നിൽ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ഡയമണ്ട് ഉൽക്ക പ്രത്യക്ഷപ്പെട്ടു. ചില കണക്കുകൂട്ടലുകൾ നടത്തിയ ഡോക്ടർ ആനന്ദ് പൊടുന്നനെ തന്റെ പേടകത്തിന്റെ ദിശ ഒരു വലിയ ഭീകരമായ ബ്ലാക്ക് ഹോളിന്റെ അടുത്തേക്ക് തിരിച്ചുവിട്ടു. അതിനുശേഷം രാഘവ് വർമ്മയുടെ പേടകത്തിലേക്ക് തന്റെ അതിമാരകമായ ലേസർ വെപ്പൺ പ്രയോഗിച്ചു. അപ്രതീക്ഷിത ആക്രമണത്തിൽ തമോഗർത്തത്തെ സാക്ഷിയാക്കി രാഘവ് വർമ്മയും പേടകവും പൊട്ടിത്തകർന്ന് ചാമ്പലായി. അതിന്റെ കൂടെ ഭൂമിക്ക് ഭീഷണിയായി വന്ന വജ്ര ഉൽക്കയും. ഡോക്ടർ ആനന്ദ് തൊട്ടടുത്തുള്ള സ്പേസ് സ്റ്റേഷനിൽ തന്റെ പേടകത്തെ അടുപ്പിച്ചു. അകത്ത് കയറിയ അദ്ദേഹം തന്റെ മിഷനെ കുറിച്ച് അവിടെയുള്ള ആൾക്കാരെ ബോധിപ്പിച്ചു. അപ്പോൾ ആ ഞെട്ടിക്കുന്ന സത്യം അവർ തുറന്നു പറഞ്ഞു, ഞങ്ങളാണ് നിങ്ങളെ രക്ഷിച്ചത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ രക്ഷിക്കുക? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രഹം ഇല്ലാണ്ടായത് ആ നക്ഷത്രത്തിൽ നിന്നും അടർന്നു വീണ ഒരു ഉൽക്ക കാരണമാണ്. ഞങ്ങൾ രക്ഷപ്പെട്ടത് ആ സമയത്ത് ഞങ്ങൾ സ്പേസ് സ്റ്റേഷനിലായ കാരണമാണ്. ആ നക്ഷത്രത്തിൽ നിന്നുള്ള ഉൽക്ക വേറെയും ബഹിരാകാശത്ത് ഉണ്ടെന്നറിഞ്ഞ ഞങ്ങൾ ഒരു റോക്കറ്റിന്റെ മുകളിൽ മോഴ്സ് കോഡിൽ മെസ്സേജ് അയച്ചിട്ടതായിരുന്നു. ആ മെസ്സേജ് നിങ്ങളിൽ എത്തിച്ച ആളാരാണോ അവരോട് നിങ്ങളുടെ ഭൂമി മുഴുവൻ കടപ്പെട്ടിരിക്കണം.